കാഴ്ചയാലല്ല വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ ഒന്ന് നിത്യതയുടെ ഉറപ്പകത്ത് കാണും. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്റെ ജീവിതം, ഇതിന് ശേഷവും നിത്യമായ ഒരു ജീവൻ എനിക്കുണ്ട്. ആ ഒരു ഉറപ്പ്. 2, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആസ് ഐ ഹാവ് നോട്ട് സിൻഡ്. അപ്പൊ അതിനകത്തൊരു ധൈര്യം വരും. അതൊരു എന്നാ പറയണ്ടേ, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ വിശുദ്ധനാണ്. ഇത് തോട്ടാ ക്രൂശിൽ അത് ചെയ്തത് ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ അത് വിശ്വസിക്കും പരിശുദ്ധാത്മ എന്റെ അകത്ത് വരുമ്പോൾ. അപ്പൊ അതിനകത്തൊരു ധൈര്യം വരും, ബോൾഡ്നെസ്. ആ ബോൾഡ്നെസ് ഒരു ദിവസമല്ല, അതിൽ കണ്ടിന്യൂ ചെയ്യണം. അതാ കൊലോസ്യർ 2:6 അവിടെയും പറഞ്ഞിരിക്കുന്ന, യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനിൽ വസിപ്പീൻ എന്ന് വെച്ചാൽ കൂട്ടായ്മ ആചരിപ്പീൻ. അബൈഡ് ഇൻ ഹിം. ആ കൂട്ടായ്മ ആചരിച്ചാൽ എന്നാ 2 ഗുണം കിട്ടും. വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇഫ് യു കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത്. 1, വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യണം. വിശ്വാസം ഒരിക്കലും തകർച്ചയുടെ വാക്കുകൾ പറയത്തില്ല. അനുഗ്രഹത്തിന്റെ വാക്കും കോൺഫിഡൻസിന്റെ വാക്കും ഉയർച്ചയുടെ വാക്കും, ചുരുക്കം പറഞ്ഞ വാഗ്ദത്തങ്ങളെ പറയത്തുള്ളൂ.